ഞാനിതാ കുറച്ച് നല്ല പഴുത്ത നല്ല നാടൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് പഴുത്തിട്ടില്ല, പക്ഷേ നല്ല മധുരമൊക്കെ ഉണ്ട്. പുറമെ ഇങ്ങനെ അധികം കളറില്ല എന്നുള്ളൂ, അകത്തൊക്കെ നല്ല മധുരമൊക്കെ ഉള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ചെത്തി എടുക്കാതെ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നല്ലൊരു രസം ഉണ്ടാവുക കാണാനാണെങ്കിലും. അപ്പോൾ ഇത് ഏകദേശം 2 മാസം മുമ്പ് എടുത്തുള്ള വീഡിയോ കേട്ടോ. നന്നായിട്ട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ മടിച്ചിരുന്ന് ലേറ്റായി പോയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ചെറിയ മാങ്ങ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചു, നല്ല മാങ്ങ കിട്ടുന്ന സമയത്ത് കേട്ടോ. അപ്പം നമ്മളിതാ മാങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 9 മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണിലേറെ കുറച്ച് ശർക്കര പൊടിച്ചത്, ചെറിയ ശർക്കര ആണെന്ന് ഒരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി, കുറച്ച് വെള്ളം, അതുപോലെ കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് അവിടെ കിടന്നൊന്നിങ്ങനെ തിളച്ചിട്ട് ആ ഒരു മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് വെന്തോട്ടെ കേട്ടോ. ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, പിന്നെ 4-5 പച്ചമുളക്, അതധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ളാണെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാത്രം കുരുമുളകും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പോൾ അത്യാവശ്യം കട്ടയുള്ള തൈരായതുകൊണ്ട് ഞാനൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ കളറൊക്കെ മാറി അത്യാവശ്യം ഒന്നിങ്ങനെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അരപ്പിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാടാവണ്ട, കാരണം ആ മാങ്ങയിലുള്ള വെള്ളമുണ്ട്, പിന്നെ തേങ്ങയുടെ വെള്ളം, പിന്നെ തൈരൊക്കെ കൂടെ ചേരുമ്പോൾ ഒരുപാടാവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാടങ്ങ് ലൂസാവരുത്, കുറച്ചൊരു തിക്കായിട്ട് കിട്ടുകയും വേണം. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഒരു കറി. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ നമ്മളൊരു അരിപ്പയിലൊക്കെ ആക്കിയിട്ട് ആ വെള്ളം ഒരുപാടുള്ള വെള്ളം കളഞ്ഞിട്ട് ഒരു കട്ടിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിന് ഫ്ലെയിം ഒന്നും ഓണാക്കുന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറവിട്ട് വയ്ക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് വറവിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുറച്ച് സമയം നമ്മളൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. നമ്മളെ നാട്ടിൽ കോഴിക്കോട് നിന്ന് അത്ര ഈ മാമ്പഴ പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങയുടെ ഒരു മധുരം, ആ ഒരു പുളി, പിന്നെ തൈരിൻ്റെ പുളിയും ശർക്കരയുടെ മധുരം എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം മാങ്ങയുടെ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാങ്ങ കിട്ടുന്ന സമയത്തും അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാങ്ങ കാലത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.